ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. പരീക്ഷിത് മഹാരാജാവ് പുണ്യാത്മാവായ അതിഥി ശ്രീശുക ബ്രഹ്മർഷിയെ ശിരസാ നമിച്ചുകൊണ്ട് പൂജിച്ച മഹത്തായ ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനാക്കി. മരണം അടുത്തിരിക്കുന്ന ഞങ്ങളെ കാണാൻ അങ്ങ് വന്നെത്തിയത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഹേ പ്രഭു, മരണം എത്തിക്കഴിഞ്ഞു. എൻ്റെ കർത്തവ്യം എന്താണ്? യശ്രോതവ്യമഥോയപ്യം യത്കർത്തവ്യം നൃഭേ പ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപരീയം. മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്താണ് കേൾക്കേണ്ടത്, എന്താണ് ജപിക്കേണ്ടത്, ഭജിക്കേണ്ടത് എന്താണ് എന്ന് പറഞ്ഞു തരണേ എന്നഭ്യർത്ഥിച്ചു. ഗൃഹസ്ഥാശ്രമികളുടെ ഗൃഹങ്ങളിൽ അധിക സമയം ചെലവഴിക്കാത്ത മഹർഷി പുങ്കവൻ അവിടെ എത്തിച്ചേർന്നത് തങ്ങളുടെ ഭാഗ്യം കൊണ്ടാണെന്നും പറഞ്ഞു. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത്, ഇവ രണ്ടും പറഞ്ഞു തരണമെന്നാണ് പരീക്ഷിത്ത് മഹർഷി പുങ്കവനോട് ആവശ്യപ്പെട്ടത്. പ്രഥമസ്കന്ധം 19-ാം അധ്യായം പരീക്ഷത്തിൻ്റെ ഈ ചോദ്യങ്ങൾക്ക് ശ്രീശുക ബ്രഹ്മർഷി ഉത്തരങ്ങൾ നൽകാൻ പുറപ്പെടുന്നതായി സൂചിപ്പിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. ശുക പരീക്ഷ സംവാദം ഇവിടെ ആരംഭിക്കുന്നു. ദ്വിതീയ സ്കന്ധത്തിൻ്റെ ആരംഭം. 1-ാം അധ്യായത്തിൽ മനുഷ്യജീവിതം ശ്രേയസ്കരമാക്കി തീർക്കാൻ ഭഗവത് കഥാശ്രവണം, കീർത്തനാലാപനം തുടങ്ങിയവ അനിവാര്യമാണെന്ന് പറഞ്ഞു തരുന്നു. ഭഗവാനെ ധ്യാനിക്കേണ്ടതെങ്ങനെയെന്നും വിസ്തരിച്ചുകൊണ്ട് ഭഗവാന്റെ വിരാട് സ്വരൂപത്തെ രാജാവിനെ വർണ്ണിച്ചു കേൾപ്പിക്കുന്നു. വരീയാനേഷതേ പ്രശ്ന കൃതോ ലോകഹിതം നൃപ ആത്മവിൽ സമ്മത പുംസാം ശ്രോതവ്യാദിഷു യ പര. ശ്രോതവ്യാദീനി രാജേന്ദ്ര നൃണാം സന്ധി സഹസ്രശ അവശ്യതാമാത്മതത്വം ഗൃഹേഷു ഗൃഹമേധിനം. വരീയാനേഷ വകാരം കൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ. വകാരം മംഗളകരമാണ് എന്ന് പറയാറുണ്ട്. അധ എന്നതുപോലെ തന്നെ. രാജാവേ, മനുഷ്യർക്ക് ഏറ്റവും ആവശ്യമായ, അതിപ്രധാനമായ, അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട, ലോകത്തിന് ഗുണപ്രദമായ ഒരു സംശയം തന്നെയാണ് അങ്ങ് പ്രകടിപ്പിച്ചത്. അങ്ങ് ഈ ചോദ്യം ഉന്നയിച്ചത് അങ്ങയ്ക്ക് വേണ്ടി മാത്രമല്ല, അത് ലോകർക്ക് ഏവർക്കും ഗുണപ്രദമാണ്. അത് ഏറെ പ്രശംസനീയമായ ചോദ്യം തന്നെയാണ്. ഗൃഹസ്ഥാശ്രമികളായ മനുഷ്യർ ദിവസം പ്രതി അറിഞ്ഞോ അറിയാതെയോ പല പല നിഷിദ്ധ കർമ്മങ്ങളിൽ വ്യാപരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ഈ വക ഹിംസാ കർമ്മങ്ങൾ തുടർന്ന് നടക്കുന്നു. ഒന്നിനും പ്രായശ്ചിത്തം ചെയ്യാറില്ല. മനുഷ്യർ കേട്ടു ധരിക്കേണ്ടതും വേണ്ടതുമായ ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്. എന്നാൽ അതിനൊന്നും സമയം കണ്ടെത്താറില്ല. രാത്രികാലങ്ങളിൽ ഉറങ്ങിക്കഴിയുന്നു, ഭോഗാസക്തരായി കഴിയുന്നു. പകൽ സമയം ധനസമ്പാദനത്തിനും ചെലവഴിക്കുന്നു. കുടുംബഭരണ വ്യഗ്രത കൊണ്ട് സമയം മുഴുവൻ അപഹരിക്കപ്പെടുന്നു. ഭഗവത് സ്മരണയാണ് പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തം. സംസാര സാഗരത്തിൽ നിന്നും കരകയറി മനുഷ്യജീവിതം സഫലമാക്കി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സർവ മംഗള സ്വരൂപനായ ഭഗവാനെ സ്മരിക്കുകയും കീർത്തിക്കുകയുമാണ് വേണ്ടത്. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് കേൾക്കേണ്ടത്, എന്താണ് ധരിക്കേണ്ടത്, എന്താണ് സ്മരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു. എന്താണ് ചെയ്യരുതാത്തത് എന്നും സൂചിപ്പിച്ചു. ഭാഗവതം അതിൻ്റെ
സത്ത ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് അതിൻ്റെ വിസ്താരമാണ് നമുക്ക് കാണാൻ കഴിയുക. ഏതാവാൻ സംഖ്യയോഗാഭ്യം സ്വധർമ്മപരിനിഷ്ഠയാ ജന്മലാഭ പര പുംസാമന്തേ നാരായണ സ്മൃതി. തത്വജ്ഞാനം കൊണ്ടും യോഗാഭ്യാസം കൊണ്ടും സ്വന്തം ധർമ്മങ്ങളുടെ അനുഷ്ഠാന നിഷ്ഠ കൊണ്ടും മനുഷ്യർക്കുണ്ടാകേണ്ട പരമമായ ജന്മസാഫല്യം അവസാന കാലത്ത് നാരായണ സ്മൃതി ഉണ്ടാവുക എന്നത് തന്നെയാണ്. വിധി നിഷേധപരമായ ശാസ്ത്രാനുശാസനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ് മഹർഷിമാർ. എന്നാൽ അവരും നിർഗുണ ബ്രഹ്മനിഷ്ഠയുള്ളവരായ അവരും ശ്രീഹരിയെ സ്തുതിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു. എപ്പോഴും എന്ത് കണ്ടാലും അതിൽ ഈശ്വരാംശം കണ്ടെത്തുന്നു. അന്തേ നാരായണ സ്മൃതി. അപ്പോൾ അവസാന കാലത്ത് മാത്രം നാരായണനെ സ്മരിച്ചാൽ മതിയോ? അവസാന കാലം എപ്പോഴാണെന്ന് അറിഞ്ഞാലല്ലേ അതിന് സാധിക്കൂ. അതുകൊണ്ട് അവസാന കാലത്ത് നാരായണ സ്മൃതി വേണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം മരണം എപ്പോഴാണെന്ന് അറിയാത്തത് കൊണ്ട് ഭഗവാനെ, ഈശ്വരനെ എപ്പോഴും സ്മരിക്കുക എന്നത് തന്നെയാണ്. ദ്വാപരയുഗത്തിൽ പിതാവായ വേദവ്യാസനിൽ നിന്ന് ഞാൻ വേദ പ്രാമാണ്യമുള്ളതും ഭാഗവതം എന്ന പേരുള്ളതുമായ ഈ പുരാണത്തെ അധ്യയനം ചെയ്തു. ഇവിടെ നാരായണ സ്മൃതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാരായണനെക്കുറിച്ചുള്ള സ്മൃതി. അപ്പോൾ നാരം എന്നതിന് ജ്ഞാനം എന്നാണ് അർത്ഥം. ജ്ഞാനത്തിൽ അയനം ചെയ്യുന്നവൻ, വസിക്കുന്നവൻ ഈശ്വരൻ എന്നർത്ഥം കിട്ടുന്നു. അറിവ് കൊണ്ട് കണ്ടെത്തേണ്ടവരാണ്. അതിനാണ് നാം ശ്രമിക്കേണ്ടത്. ഋഷിമാർ ഒന്നിനോടും താല്പര്യം ഇല്ലാത്തവരാണ്. എന്നാലും ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള, ഭഗവാനെക്കുറിച്ചുള്ള ചിന്തയിൽ അവർ ആനന്ദം കണ്ടെത്തുന്നു. അത് ആ കഥയിലുള്ള ഭ്രമം കൊണ്ടല്ല, അവരുടെ ആസക്തി കൊണ്ടല്ല, ഭക്തിയാണ് അവരെ അതിലേക്ക് നയിക്കുന്നത്. ആ ഭാഗവതം, അച്ഛനിൽ നിന്ന് വശത്താക്കിയ ആ ഭാഗവതം ഇത്രയും ശ്രദ്ധാലുവായ അങ്ങയ്ക്ക് ഞാൻ പറഞ്ഞു തരാം. മഹാപൗരുഷികോ ഭവാൻ. അങ്ങ് ആരാണ്? ഭഗവാന്റെ കഥകളിൽ ശ്രദ്ധയുള്ളവൻ. കിം പ്രമത്തസ്യ. ഈ ലോകത്ത് സത്യമറിയാതെ, പ്രമത്തൻ എന്ന് പറഞ്ഞാൽ അജ്ഞതയിൽ മുങ്ങിക്കഴിയുന്ന, ഇവിടെ തത്വമറിയാതെ, സത്യമറിയാതെ, വാസ്തവമറിയാതെ, ഈശ്വരനെ അറിയാതെ അജ്ഞതയിൽ മുങ്ങിക്കഴിയുന്ന ഒരുവന് ഏതുപോലെ ഇരുട്ടുകൊണ്ട് നിറഞ്ഞ അനേക വർഷം ഒരു മുറിയിൽ, ഇരുട്ടുമുറിയിൽ കിടക്കുന്നത് പോലെ അങ്ങനെ ജീവിതം നയിക്കുക. അതെന്തിനു കൊള്ളും? ഇരുട്ടുമുറിയിൽ അടച്ചിട്ട നമ്മളെ നമുക്ക് ആയുസ് നീട്ടിത്തരാം എന്ന് പറയുക. ഒരു 100 വർഷം കൂടി നീട്ടിത്തരാം. എന്താ പ്രയോജനം? ഇരുട്ടുമുറിയിൽ തന്നെ കഴിയണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇഷ്ടാവുമോ? പുറത്തു വന്നാൽ തിരക്കേടില്ലായിരുന്നു. ഈ ഇരുട്ടിൽ ആയുസ് നീട്ടിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ ഇരുട്ടുമുറിയിൽ കഴിയാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടത്. സത്യം പിടികിട്ടിയാൽ ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് അല്പനേരം മാത്രമേ ദേഹം നിലനിൽക്കുന്നുള്ളൂ എങ്കിൽ പോലും ഈശ്വരനെ അറിഞ്ഞ് ഒരു 10 മിനിറ്റേ ആയുസ്സുള്ളൂ. അത് മതി. അത് ധന്യമാണ്. ആ ജീവിതം
ധന്യമാണ്, കൃതാർത്ഥമാണ്. ആ വ്യക്തി കൃതാർത്ഥനാണ്. ആ ദുഃഖം എന്നേക്കുമായി ഒഴിഞ്ഞു കിട്ടി സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറുന്നു. അതുകൊണ്ട് രാജാവേ, അങ്ങയ്ക്ക് സംശയം വേണ്ട. 7 ദിവസം അങ്ങയ്ക്കുണ്ട്. 7 ദിവസമേ ഉള്ളൂ എന്ന് അങ്ങ് പരിഭ്രമിക്കേണ്ട. 7 ദിവസം കൊണ്ട് തത്വം ഗ്രഹിക്കാൻ സാധിക്കുമോ എന്ന് അങ്ങയ്ക്ക് ഭയമുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചോളൂ. അല്ലയോ രാജാവേ, അങ്ങ് പരിഭ്രമിക്കുകയേ വേണ്ട. പണ്ട് ഖട്വാങ്കൻ എന്നു പേരായിട്ടുള്ള ഒരു രാജാവ്, അദ്ദേഹം ഭാരത ചക്രവർത്തിയായിരുന്നു. സൂര്യ വംശജനാണ്. ആ ചക്രവർത്തി ദേവലോകത്ത് പോയി അസുരന്മാരെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തി ഇന്ദ്രന് വേണ്ടിയിട്ട്. അങ്ങനെ ദേവന്മാർ യുദ്ധത്തിൽ ജയിച്ചു. ഇന്ദ്രന് വലിയ സന്തോഷമായി. ഖട്വാങ്കനോട് ചോദിച്ചു, അങ്ങേക്ക് എന്താണ് വേണ്ടത്? ഞാൻ എന്താണ് നൽകേണ്ടത് പറഞ്ഞാലും. അദ്ദേഹത്തിന് ബുദ്ധിയുള്ളത് കൊണ്ട് അദ്ദേഹം ചോദിച്ചു, അല്ലയോ ദേവേന്ദ്ര, അങ്ങ് പറയൂ, എനിക്ക് എത്ര ആയുസ്സുണ്ട് ഒന്ന് പറയൂ. ദേവേന്ദ്രൻ നോക്കിയിട്ട് പറഞ്ഞു, ഓ, അങ്ങേക്ക് ആയുസ് വളരെ കുറവാണ്. 2 നാഴിക മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. അതറിഞ്ഞ ഖട്വാങ്കൻ ഒട്ടും പരിഭ്രമിച്ചില്ല. കാരണം സത്യം എന്താണെന്ന് അറിയാം അദ്ദേഹത്തിന്, ഉറപ്പുണ്ട് അദ്ദേഹത്തിന്. ഈ ഭാരതത്തിൽ ജനിച്ചതുകൊണ്ട് ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് അദ്ദേഹം കാര്യങ്ങളൊക്കെ പിടികിട്ടിയ ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഒട്ടും പരിഭ്രമിക്കാതെ ഭൂമിയിലേക്ക് തന്നെ വന്നു, ഭാരതത്തിലേക്ക് വന്നു. 2 നാഴിക കൊണ്ട് എല്ലാ സംഘങ്ങളും വെടിഞ്ഞ് അദ്ദേഹത്തിന് ബ്രഹ്മ സായുജ്യം നേടാൻ കഴിഞ്ഞു എന്നാണ് കഥ. അദ്ദേഹം ഈശ്വരനിലേക്കെത്തി. അദ്ദേഹത്തിന് മുക്തി കിട്ടി. അതുകൊണ്ട് പരീക്ഷിത്തേ, അങ്ങ് ഒട്ടും പരിഭ്രമിക്കേണ്ട. അങ്ങേക്ക് 7 ദിവസം ആയുസ്സുണ്ട്. അത് ധാരാളം. ധീരതയോടുകൂടി അങ്ങ് ഈ തത്വം, സത്യം വിചാരം ചെയ്ത് ഉറപ്പിക്കൂ. ഈ തത്വം ഗ്രഹിക്കാനുള്ളതാണ്. കുറേ കാലത്തെ മെനക്കെട് അതൊന്നും ആവശ്യമില്ല. രാഗദ്വേഷങ്ങൾ നീങ്ങിയോ, ഉള്ളിലുള്ള ഭ്രമം ഒഴിവായോ, ആ തത്വം പ്രകാശിക്കും. സംഗതി കിട്ടേണ്ട ഒന്നല്ല, എവിടെന്നോ നേടേണ്ട ഒന്നല്ല, ഉള്ളതാണ്. പലതരം ഭ്രമങ്ങളെ കൊണ്ട്, അജ്ഞാനം കൊണ്ട് മൂടി നിൽക്കുകയാണ്. ആ ഉള്ളിലുള്ള അജ്ഞാനം നീങ്ങിയാൽ, രാഗദ്വേഷങ്ങൾ പോയാൽ അത് പ്രകാശിക്കും. അതിന് സമയമൊന്നും ആവശ്യമില്ല, അനവധി കാലത്തെ പ്രയത്നം ആവശ്യമില്ല. വളരെ പ്രസിദ്ധമാണല്ലോ ചേലപ്പറമ്പൻ്റെ കഥ. ഗുരുവായൂർ ഭക്തന്മാർക്ക് ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ സാധിക്കില്ല. യുവത്വത്തിൻ്റെ തിളപ്പിൽ ലൗകികനായി, തനി ലൗകികനായി അദ്ദേഹം കഴിയുകയാണ് ഉണ്ടായത്. ഗുരുവായൂരാണ് താമസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ അമ്പലത്തിലൊന്ന് പോയി തൊഴില്ല, ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കില്ല. ഒരു ദിവസം അമ്പലക്കുളത്തിൽ ഒരു ഉച്ച സമയത്ത് ചെന്ന് എണ്ണ തേച്ചുള്ള കുളിയാണ്. അവിടുന്ന് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പലതും പറഞ്ഞും കൊണ്ട് അദ്ദേഹം അങ്ങനെ കഴിയുന്നുണ്ട്. ആ സമയത്താണ് പ്രസാദം ഇട്ടുകഴിഞ്ഞ് ഒരു ബ്രാഹ്മണൻ കൈ കഴുകാനായിട്ട് വന്ന സമയത്ത് ചേലപ്പറമ്പിനെ കാണുന്നത്. അദ്ദേഹം എണ്ണ തേച്ച് കുളിക്കാൻ പുറപ്പെടുകയാണ്. അത് കണ്ട് സഹികെട്ട ആ ബ്രാഹ്മണൻ അദ്ദേഹത്തോട് പറയാനുണ്ടായത്, കഷ്ടം, അല്ലയോ ചേലപ്പറമ്പേ, നിങ്ങൾക്കെല്ലാമുണ്ട്, സമ്പത്തുണ്ട്, ഐശ്വര്യമുണ്ട്.
എല്ലാവിധ സൗകര്യങ്ങളുണ്ടായിട്ടും ഈ ഭഗവാൻ നോക്കൂ, ഭൂലോക വൈകുണ്ഠമായ ഈ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്തിയിട്ടും അങ്ങയുടെ ഈ ജന്മം ഇങ്ങനെ നശിപ്പിക്കുന്നുവല്ലോ. 90 വയസ്സ് കഴിഞ്ഞു, എന്നിട്ടും ആ അമ്പലത്തിലൊന്നും ചെന്ന് നമസ്കരിക്കുന്നില്ലല്ലോ. ആ ഭഗവാന്റെ നാമം ഒന്നും ഉരുവിടുന്നില്ലല്ലോ. കഷ്ടം തന്നെയാണ് കേട്ടോ. ആ ബ്രാഹ്മണൻ്റെ വാക്ക് ചേലപ്പറമ്പിൻ്റെ ഹൃദയത്തിൽ ചെന്ന് തറച്ചു. ആ വാക്ക് കേട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പല വിചാരങ്ങളും കടന്നുപോയി. താൻ എത്രത്തോളം അധപ്പതിച്ചു പോയിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ ഗുരുവായൂർ പരിസരത്താണെങ്കിൽ എല്ലാവരും നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ ഗോവിന്ദ നാരായണ മുകുന്ദ എന്ന് ജപിച്ചുകൊണ്ട് എല്ലാവരും പ്രദക്ഷിണം വയ്ക്കുന്നു, നമസ്കരിക്കുന്നു. അതേസമയം താനാണെങ്കിൽ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞും കൊണ്ട്, പരദൂഷണം കേട്ടും കൊണ്ട്, പരദൂഷണം പറഞ്ഞും കൊണ്ട് അങ്ങനെ കഴിയല്ലേ ഉണ്ടായത്. കഷ്ടം. ആരാണിനി ആശ്രയമായിട്ടുള്ളത്? പശ്ചാത്താപ വിവശനായി അദ്ദേഹം ഒന്ന് മുങ്ങി ആ കുളത്തിൽ. അത് കഴിഞ്ഞ് ഈറനോടെ ക്ഷേത്രത്തിനകത്തേക്ക് ഓടിച്ചെന്നു. ഭക്തജനങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അവരൊക്കെ അത്ഭുതത്തോടുകൂടി നോക്കി കാണുകയാണ്. ചേലപ്പറമ്പ് അമ്പലത്തിലേക്ക് പോവുകയെ അദ്ദേഹം ചെന്ന് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചു. ഒരു ശ്ലോകം ചൊല്ലി ഭഗവാന്റെ മുമ്പിൽ ആ ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് നമസ്കരിച്ചത്. വളരെ പ്രസിദ്ധമാണ് ആ ശ്ലോകം. അബ്ദാർത്ഥേന ഹരിം പ്രസന്നമകരോ ദൗത്താരപാദേശു സപ്താഹേന പരീക്ഷിതബല യാമാർദ്ധത പിംഗള ഖട്വാംഗോ ഘടികാദ്വയേന നവതി പ്രയോപിതം നവ്യഥേ തം കാരുണ്യനിധിം പ്രപദ്യ ശരണം ശേഷായുഷാ തോഷയേ. ഇത് ചൊല്ലി കണ്ണീർ വാർത്തുകൊണ്ട് നമസ്കരിച്ച അദ്ദേഹം പിന്നീട് എഴുന്നേറ്റില്ല. ഗുരുവായൂരപ്പനും കൊണ്ടുപോയി എന്നാണ്. എന്താ പറഞ്ഞത്? ധ്രുവൻ 6 മാസം കൊണ്ട് ഉപാസന കൊണ്ട് ഭഗവത് ധ്യാനം കൊണ്ട് ഭഗവാന്റെ പദത്തിൽ എത്തിച്ചേർന്നു. പരീക്ഷത്ത് 7 ദിവസം കൊണ്ട് മുക്തി നേടി. പിങ്കള എന്ന അബല വേശ്യാസ്ത്രീ അർദ്ധയാമം കൊണ്ട് അത് നേടിയെടുത്തു. ഖട്വാങ്കൻ എന്ന ഭാരത ചക്രവർത്തി 2 നാഴിക കൊണ്ട്, ഒരു മുഹൂർത്തം കൊണ്ട് ഭഗവത് പാദത്തിൽ അണഞ്ഞു. ഓരോരുത്തരും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായത് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടുകൂടി അദ്ദേഹം ഒന്ന് നമസ്കരിച്ചു. മതി, അത്രയുമേ ആവശ്യമുള്ളൂ. ഇത്രയും വർഷം എങ്ങനെ കഴിഞ്ഞു എന്നൊന്നും ഭഗവാൻ നോക്കില്ല. അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ഭാവം എന്തായിരുന്നു? അന്തേ നാരായണ സ്മൃതി. അവസാനത്തിൽ ഉറച്ച ഭഗവത് സ്മരണ. ഒരു കാട്ടിക്കൂട്ടലൊന്നുമല്ല. അതാണ് പ്രധാനം. ഉള്ളിൽ നിന്ന് വന്നതാണ്. അതാണ് ഇവിടെയും. ഖട്വാംഗോ നാമരാജർഷേ. ഖട്വാങ്കൻ കണ്ടില്ലേ? 2 നാഴിക, ഒരു മുഹൂർത്ത സമയം കൊണ്ട് ഭഗവാനിൽ എത്തിച്ചേർന്നു, മുക്തി നേടി. അതുകൊണ്ട് ഭഗവാനിലെത്തുക എന്നുള്ളത് ഒരു പ്രയാസമായിട്ട് എന്ന് കരുതണ്ട. അങ്ങ് ധൈര്യമായിട്ടിരിക്കൂ. അങ്ങേക്ക് 7 ദിവസമുണ്ട്. അങ്ങേക്ക് തീർച്ചയായും മുക്തി നേടാം. അങ്ങനെ ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് ആദ്യം തന്നെ വേണ്ടത്ര ധൈര്യം പകർന്നു കൊടുത്തു. നല്ല വക്താവാണെങ്കിൽ അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങ് പരിഭ്രമിക്കാതിരിക്കൂ.
അങ്ങയ്ക്ക് മുക്തി തീർച്ചയായും കിട്ടും എന്ന് പറഞ്ഞു. പിന്നീട് ഭഗവാനെ ധ്യാനിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. മരണസമയമായി എന്നറിഞ്ഞാൽ എന്തു വേണം? സത്യബോധം ഉൾക്കൊള്ളണം, ഭയത്തെ ഒഴിവാക്കണം. അതുമാത്രം മതിയോ? അതുമാത്രം പോരാ. ദേഹത്തോട് ബന്ധമുള്ള മറ്റു വിഷയങ്ങളോടും ഉള്ള ആ സംഘം ഒഴിവാക്കണം. ജ്ഞാനമാകുന്ന ആയുധം കൊണ്ട് ആ സംഘം ഇല്ലാതാക്കണം. ഇത് ഇത്രയൊക്കെ പ്രായമായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ പ്രയാസമാണ്. അത് പറ്റിക്കൊള്ളണമെന്നില്ല. അതിനാണ് ചെറുപ്പകാലത്ത്, നല്ല കാലത്ത്, ആയ കാലത്ത് ഉപാസനകളിൽ കൂടി മനസ്സിനെ ശുദ്ധാക്കണം എന്ന് പറയുന്നത്. ഏറ്റവും മഹിമയേറിയ ഉപാസനയാണ് പ്രണവോപാസന, ഓംകാരം. പല ഉപനിഷത്തുകളിലും അത് പ്രതിപാദിക്കുന്നുണ്ട്. കഠോപനിഷത്തിലും അതുപോലെ മാണ്ഡൂക്യോപനിഷത്തിൽ വിസ്തരിച്ചിട്ടുണ്ട്. പ്രണവോധനു ശരോഹ്യാത്മാ ബ്രഹ്മതദ് ലക്ഷ്യമുച്യതേ. പ്രണവം വില്ലാണ്, ആത്മാവാണ് അഥവാ ജീവനാണ് ശരം, പരബ്രഹ്മമാണ് ലക്ഷ്യം. ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തെ മുൻനിർത്തി ജീവനാകുന്ന ശരത്തെ പ്രണവമാകുന്ന വില്ലിൽ തൊടുത്തു വിടുക. അത് തീർച്ചയായും ബ്രഹ്മത്തിൽ എത്തും. മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ഓം എന്ന് ജപിച്ചാൽ അത് അവസാനിക്കുന്നത് ബ്രഹ്മത്തിലാണ്. അതുകൊണ്ട് ഋഷീശ്വരന്മാർ പറയണം, ഓംകാര ജപം കുറേ നാൾ ശീലിച്ചാൽ മരണസമയത്ത് പൂർണ്ണ സത്യബോധം അനുഭവപ്പെട്ടില്ലെങ്കിൽ പോലും ബ്രഹ്മത്തിൻ്റെ പ്രതീകമായ പ്രണവം ഓം അത് മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് ദേഹം വെടിയാൻ കഴിയും. വിഷയ സുഖങ്ങൾ ഉപേക്ഷിച്ച് ഏകാന്തമായ സ്ഥലത്ത് മനസ്സിനെ ശുദ്ധമാക്കി ഭഗവത് സ്വരൂപത്തെ ധ്യാനിക്കണം. അതിനുശേഷം പരീക്ഷിതന്റെ ചോദ്യത്തിന് ഉത്തരമായി ശുകബ്രഹ്മർഷി ഭഗവാന്റെ വിരാട് സ്വരൂപം വർണ്ണിച്ചു കേൾപ്പിച്ചു. എല്ലാ ജീവജാലങ്ങളിലും ഭഗവത് ചൈതന്യമുണ്ട്. ഈ ചൈതന്യത്തെ ജീവൻ എന്ന് വിളിക്കുന്നു. മനുഷ്യ ശരീരത്തിന് ജീവൻ ഏതുപോലെയോ അതുപോലെ ഭഗവാനാകുന്ന ചൈതന്യത്തിന് ഒരു ശരീരമുണ്ട്. പ്രകാശിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഭഗവാന്റെ ശരീരത്തെ വിരാട് എന്ന് വിളിക്കുന്നു. വിരാട് ആണ് ഭഗവാന്റെ പ്രപഞ്ചാകാരം. ഈ വിരാട് സ്വരൂപം പഞ്ചഭൂതങ്ങൾ, അഹങ്കാരതത്വം, മഹത്തത്വം എന്നീ 7 ആവരണങ്ങളോടുകൂടിയതാണ്. അണ്ഡാകൃതിയിലുള്ള ഇത് 14 ലോകങ്ങളും അടങ്ങിയതാണ്. ഈ അണ്ഡകോശമായ വിരാട്ടിൽ വിളങ്ങുന്ന ചൈതന്യമായ പുരുഷന് വൈരാജൻ എന്നാണ് പേര്. ഈ പുരുഷന്റെ പാദമൂലം പാതാളം, മുൻപിൻ ഭാഗങ്ങൾ രസാതലം, നെരിയാണി മഹാതലം, മുട്ടുകാലുകൾ തലാതലം, മുഴങ്കാൽ സുതലം, തുടകളുടെ മേൽ കീഴ് ഭാഗങ്ങൾ വിതലവും അതലവും, ജഘനം ഭൂമിതലം, നാഭി ആകാശലോകം, മാരടം നക്ഷത്രലോകമാണ്, കഴുത്ത് മഹർലോകം, മുഖം ജനലോകം,
നെറ്റി തപോലോകം, ശിരസ് സത്യലോകം. ഇന്ദ്രാദി ദേവന്മാർ വിരാട് പുരുഷൻ്റെ കൈകളാണ്. ദിക്കുകളാണ് കർണങ്ങൾ, ശബ്ദം കാത്. അശ്വിനി ദേവന്മാർ 2 ശ്വാസാപുടങ്ങൾ, അഗ്നി മുഖം. അന്തരീക്ഷ ലോകങ്ങൾ നേത്രഗോളങ്ങളാണ്. സൂര്യൻ കണ്ണ്, കൺപോളകളാണ് രാവും പകലും. ബ്രഹ്മലോകം പുരികമാണ്. ജലം അണ്ണാക്കാണ് അഥവാ താലുവാണ്. രസം നാവ്. വേദങ്ങൾ ശിരസാണ്. യമൻ ദംഷ്ട്രമാണ്. പുത്രാദി സ്നേഹലേശങ്ങളാണ് പല്ലുകൾ. വിരാട് പുരുഷൻ്റെ പുഞ്ചിരി മായയാണ്. സൃഷ്ടി കടാക്ഷം. ലജ്ജയാണ് മേൽച്ചുണ്ട്, ലോഭം കീഴ്ച്ചുണ്ട്. ധർമ്മം സ്തനം, അധർമ്മം പൃഷ്ഠവും. ബ്രഹ്മാവ് ഗുഹ്യസ്ഥാനം. വൃഷണങ്ങൾ മിത്രവരുണന്മാരാണ്. കുക്ഷിയാണ് സമുദ്രം. എല്ലുകൾ പർവ്വതങ്ങളാണ്. നദികൾ നാഡികളാണ്. വൃക്ഷങ്ങൾ രോമങ്ങളാണ്. ഉഗ്രമായ കാറ്റ് ശ്വാസ പ്രശ്വാസങ്ങളാണ്. കാലമാണ് വയസ്സ്. പ്രാണികളുടെ ജനന മരണം അദ്ദേഹത്തിൻ്റെ ലീലയാണ്. മേഘങ്ങൾ തലമുടി, സന്ധ്യ വസ്ത്രം. അവ്യക്തം എന്ന പ്രധാന തത്വമാണ് ഹൃദയം. ചന്ദ്രൻ മനസ്സ്. സർവത്തിനും ആത്മാവായി വിളങ്ങുന്ന ചിത്തം മഹത്തത്വവും. ശ്രീരുദ്രൻ അന്ധകരണവും. കുതിര മുതലായ മൃഗങ്ങൾ നഖങ്ങളും. പശുക്കൾ മാൻ എന്നിവ അരക്കെട്ടിൻ്റെ മുൻപിൻ ഭാഗങ്ങളും. പക്ഷിവർഗം ശില്പവിദ്യകളുമാണ്. മനു ബുദ്ധിയാണ്. ക്ഷത്രിയൻ ഭുജം, വൈശ്യൻ തുട, ബ്രാഹ്മണൻ മുഖം, ശൂദ്രൻ പാദം, യാഗാദികൾ കർമ്മം. പുരുഷ സൂക്തം എന്ന വേദമന്ത്രത്തിലും ഇതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാഹ്മണോസ്യ മുഖമാസീൽ ബാഹു രാജന്യകൃത ഊരൂ തദസ്യ യദ്വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത ചന്ദ്രമാ മനസോ ജാതശ്ചക്ഷോ സൂര്യോ അജായത മുഖാദിന്ദ്രശ്ചാഗ്നിശ്ച പ്രാണാദ്വായുരജായത എന്ന് തുടങ്ങി. ഇതാണ് വിരാട് സ്വരൂപം എന്ന വൈരാജൻ്റെ ശരീരം. ഇത് മനസ്സിൽ ഉറപ്പിക്കണം. നിർഗുണ സ്വരൂപത്തിൽ മനസ്സ് ഉറയ്ക്കാൻ പ്രയാസമായതിനാൽ ഏതേതിൽ മനസ്സ് പോകുന്നുവോ അതെല്ലാം ഈശ്വരാവയവമാണെന്ന് ഈ ശരീരഘടനയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭഗവത് സ്വരൂപം വിസ്തരിച്ച് കേൾക്കണമെന്ന് പരീക്ഷിത്ത് പറഞ്ഞതിനാലാണ് ശുഗൻ ഈ വിരാട് സ്വരൂപം വർണ്ണിച്ച് കേൾപ്പിച്ചത്. ദ്വിതീയാധ്യായത്തിൻ്റെ സാരാംശം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.